ഇന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു വെണ്ടയ്ക്ക തോട്ടവും ആ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്ക കൊണ്ടൊരു നല്ല റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു വെണ്ടയ്ക്ക തോട്ടമാണ്. വളരെ മനോഹരമായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു തോട്ടമാണിത്. അപ്പോൾ ആ തോട്ടത്തിൽ നിന്ന് നമുക്ക് തന്നെ പറിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കുമ്പോഴുള്ളൊരു ഫീല് അതും വളരെ നല്ലതാണ്. അപ്പം ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ പോയിട്ട് ഇങ്ങനെ ആ തോട്ടത്തിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് കുറച്ച് വെണ്ടയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ തോട്ടം. ഒത്തിരി ഏക്കറിലാണ് അവരിത് ചെയ്തിട്ടുള്ളത്. വെണ്ടയ്ക്ക മാത്രമല്ല, ഇവിടെ വാഴക്കൃഷിയുണ്ട്, പിന്നെ ബീൻസ്, വഴുതനങ്ങ, പിന്നെ ഫ്ലവേഴ്സിൻ്റെ കൃഷിയുണ്ട്, റോസും ജമന്തിയും, അങ്ങനെ കുറേ ഫ്ലവേഴ്സിൻ്റെ കൃഷി. പിന്നെ അവർ എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഗാർഡനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനിന്ന് വെണ്ടയ്ക്കാണ് മെയിനായിട്ട് ഇവിടെ നോക്കിയിട്ടുള്ളത്. വെണ്ടയ്ക്കയും പിന്നെ അതിനൊപ്പം തന്നെ ഇത് വഴുതനങ്ങയുടെ തോട്ടമാണ്. ഇവരുടെയാണ് ഈ തോട്ടം. അപ്പോൾ ഈ 3 ആൾക്കാരാണ് ഇവിടെ കൂടുതൽ സമയവും ഉണ്ടാവുക. അപ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് ആ തോട്ടം സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇത് ഫുള്ള് നമ്മുടെ ബ്രിഞ്ചോളാണ്. ബ്രിഞ്ചോളിൻ്റെ ഒരു കൃഷിത്തോട്ടമാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി ഇങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് പറിച്ചെടുക്കാനാവും. അപ്പോൾ അവരങ്ങനെ പറിച്ചെടുത്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ തോട്ടം. അവർ നല്ല ഭംഗിയായിട്ട് അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ചരടൊക്കെ കെട്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ട് അവരത് സൂക്ഷിച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ്, കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ അവരത് നോക്കി വരുന്നുണ്ട്. ഇവർ 3 പേരും കൂടെയാണ് ഈ തോട്ടത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവരാണ് ഇതിൻ്റെ ഓണേഴ്സ്. അപ്പോൾ കണ്ടില്ലേ വഴുതനങ്ങ, ഇതിലിപ്പോൾ ചെറിയ ചെറിയ വഴുതനങ്ങ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ ബീൻസിൻ്റെ ഒരു തോട്ടം കൂടി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ജമന്തിയുടെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് അവർ പല സ്ഥലത്തേക്കും ഇത് കയറ്റി അയക്കാറുണ്ട്, വെജിറ്റബിൾസും ഫ്ലവേഴ്സും ഒക്കെ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തോട്ടമാണ് ഞാനിന്ന് മെയിനായിട്ട് എടുത്തത്. ഇതൊക്കെ അവിടുത്തെ ആൾക്കാരാണ് ഈ തോട്ടത്തിലെ. നല്ല ഭംഗിയാണ് ഈ വെണ്ടയ്ക്കയുടെ ഫ്ലവറും. ഇതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ്. നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് പോയി മേടിക്കുന്നതിനേക്കാളും ഇതുപോലുള്ള തോട്ടത്തിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറിക്കുമ്പോൾ മനസ്സിനും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കർണാടകയിലെ ഒരു തോട്ടമാണിത്. വെണ്ടയ്ക്കയും പലതരം വെജിറ്റബിൾസും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തോട്ടമാണിത്. അപ്പോൾ ഞാനിന്ന് തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ടുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് വെണ്ടയ്ക്ക വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പിയും കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആ വെണ്ടയ്ക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റഫ്ഡ് വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ മസാലയും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വിധവും ഒക്കെ ഡിഫറെൻ്റ് ആണ്. നല്ല ടേസ്റ്റിയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ടുള്ള വെണ്ടയ്ക്ക കൊണ്ടുള്ള നമ്മുടെ
റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ട പണി വെണ്ടയ്ക്ക ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിൻ്റെ ഈ മേലത്തെ പോർഷൻ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഉള്ളിലുള്ള സീഡ്സ് നമുക്ക് റിമൂവ് ചെയ്യണം. കത്തി കൊണ്ട് തന്നെ പതിയെ ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ആ സീഡ്സ് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ പുറം ഭാഗം മാത്രം മതി നമുക്ക്. അതുപോലെ എല്ലാ വെണ്ടയ്ക്കയും ക്ലീൻ ചെയ്ത് നമുക്ക് സീഡ്സ് ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. ഇപ്പോൾ എല്ലാ വെണ്ടയ്ക്കയും റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് വൈറ്റ് എള്ളാണ്. അപ്പോൾ വെളുത്ത എള്ളും ചുവന്ന മുളകുമാണ് ആദ്യം വറുത്തെടുക്കേണ്ടത്. അപ്പോൾ എള്ളും ചുവന്ന മുളകും കൂടെ ഒന്ന് വറുത്തെടുത്ത് പൊടിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എള്ളും ചുവന്ന മുളകും ഒന്ന് ചൂടാക്കുക. എള്ളൊന്ന് പൊട്ടി തുടങ്ങുകയും ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ആ സമയം ചുവന്ന മുളകും ഒന്ന് ചൂടായി കിട്ടും. ഇപ്പോൾ എള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 2 പൊട്ടറ്റോയും കുറച്ച് സവാളയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേകാൻ വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എള്ളും ചുവന്ന മുളകും കൂടി വറുത്ത് വെച്ചത് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു പാകം. മുളകൊന്ന് ചതഞ്ഞാൽ മതി. എള്ള് നന്നായിട്ട് പൊടിയണം. അതിനുശേഷം വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോയും സവാളയും കൂടി ചേർത്തിട്ടുള്ള മിക്സിലേക്ക് എള്ളും ചുവന്ന മുളകും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, തീ കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വീണ്ടും ഈ പൊടികളെല്ലാം ഒന്നുകൂടി ചൂടാവുന്നതാണ് ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതൊരു കുഴഞ്ഞ പരുവത്തിൽ തിക്കായിട്ട് വേണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എള്ളും ചുവന്ന മുളകും ഗരം മസാലയും പൊട്ടറ്റോയും സവാളയും കൂടി നല്ല മണമാണിപ്പോൾ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഒരു ഫ്ലേവറും കൂടെ ആകുമ്പോൾ ഈ ഒരു മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം 2 സ്പൂൺ കടലമാവ്, 2 സ്പൂൺ അരിപ്പൊടി,
ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഓൾറെഡി നമ്മൾ ക്രഷ് ചെയ്ത് നേരത്തെ മസാലയിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർക്കുക. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് ഗരം മസാല, പിന്നെ പിരി മസാല, ഒരു സ്പൂൺ ചാറ്റ് മസാല കൂടി ചേർക്കുകയാണ്. ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. സ്പൂൺ കൊണ്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചിട്ട് ഇതൊന്ന് ബജിക്കൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. തേങ്ങാപ്പാലായതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ സ്റ്റഫിനും തേങ്ങാപ്പാൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയുടെ ഉള്ളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക. വെണ്ടയ്ക്കയിൽ ഫുള്ളായിട്ട് നമ്മുടെ മസാല ഇതുപോലെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ആ ഒരു മസാലയ്ക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. ഒപ്പം തന്നെ നമ്മുടെ ബാറ്ററിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങാപ്പാലും മല്ലിയിലയും ബാക്കിയുള്ള പൊടികളെല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ഇനി ഈ മാവിൽ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. എണ്ണയിൽ മുങ്ങി കിടക്കണമെന്നില്ല, ഇത്രയും എണ്ണ ആവശ്യമുള്ളൂ. ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. വെണ്ടയ്ക്ക എല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല ഡീപ്പ് ഫ്രൈ ആയി വരണം. തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് തേങ്ങാപ്പാലായതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എള്ളിൻ്റെ ആ ഒരു മണവും പൊടികളുടെ ആ ഒരു ഫ്ലേവറും മല്ലിയിലയും ഒക്കെ ഫ്രൈ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പോരാത്തതിന് നമ്മൾ തോട്ടത്തിൽ നിന്ന് ഫ്രഷായി പറിച്ചിട്ടുള്ള വെണ്ടയ്ക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലൊരു റെസിപ്പി. താങ്ക് യു.